നന്ദമൂരി ബാലകൃഷ്ണ നായകനായി എത്തിയ ചിത്രമാണ് ടാക്കു മഹാരാജ്. ബോബി കൊല്ലിയാണ് ചിത്രം സംവിധാനം നിർവഹിച്ചത്. വമ്പൻ ഓപ്പണിംഗാണ് ചിത്രത്തിന് ലഭിച്ചത്. പ്രദർശനത്തിനെത്തിയതിനു ശേഷം 48 കോടി രൂപയിലധികം ഡാക്കു മഹാരാജ് നേടിയിരിക്കുകയാണ്. തെലുങ്കിൽ നിന്ന് പുതിയ വർഷം വന്നവയിൽ 2ാം സ്ഥാനത്താണ് ഡാക്കു മഹാരാജ്. രാംചരണിന്റെ ഗെയിം ചേഞ്ചറാണ് കളക്ഷനിൽ 1ാം സ്ഥാനത്തുള്ളത്. വമ്പൻ ഹിറ്റിലേക്കാണ് ബാലയ്യയുടെ പുതിയ ചിത്രവും കുതിക്കുന്നതെന്നാണ് സൂചനകൾ. മികച്ച അഭിപ്രായമാണ് ബാലയ്യയുടെ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത്. ഡാക്കു മഹാരാജിലെ നൃത്തരംഗം വിവാദമായി മാറിയിരുന്നു. നന്ദമൂരി ബാലകൃഷ്ണയും ഉർവശി റൌട്ടേലയുമാണ് ഗാനരംഗത്തുള്ളത്. അനുചിതമായ സ്റ്റെപ്പുകളാണ് വിവാദ ഗാനരംഗത്ത് എന്നാണ് വിമർശനം ഉയർന്നത്. ശേഖർ മാസ്റ്ററാണ് നൃത്തരംഗം സംവിധാനം ചെയ്തത്. സിതാര എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. നന്ദമൂരി ബാലകൃഷ്ണ നായകനായി വന്ന ചിത്രത്തിൽ പ്രഗ്യ ജയ്സ്വാൾ, ശ്രദ്ധ ശ്രീനാഥ്, ചാന്ദിനി ചൌധരി, ഋഷി, നിതിൻ മെഹ്ത, ആടുകുളം നരേൻ, ഷൈൻ ടോം ചാക്കോ, രവി കിഷൻ, സച്ചിൻ ഖേദേക്കർ, വി ഗണേഷ്, മകരനന്ദ് ദേശ്പാണ്ഡെ, ഹർഷവർദ്ധൻ, സന്ദീപ് രാജ്, ദിവ്യാവധ്യ, രവി കലെ, ശേഖർ, ബോബി കൊല്ലി എന്നിവരും കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. വിജയ് കാർത്തിക് കണ്ണനാണ് ഛായാഗ്രഹണം. സംഗീതം നിർവഹിച്ചത് റൂബനാണ്. തെലുങ്കിൽ മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു താരമാണ് ബാലയ്യ. തുടർച്ചയായി ബാലയ്യ 100 കോടി ക്ലബിലെത്തിയിരുന്നു. അഖണ്ഡ, വീരസിംഹറെഡ്ഡി സിനിമകൾക്ക് പുറമെ ഭഗവത് കേസരിയും 100 കോടി ക്ലബിലെത്തിയിരുന്നു. ബാലയ്യ വീണ്ടും 100 കോടിയിലധികം കളക്ഷൻ നേടുമെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.